السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر إن نفعت الذكرى سيذكر من يخشى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, ദൈവീക വാഗ്ദാന പ്രകാരം മാനവരാശിയുടെ പരിഷ്കർത്താവായി ഈ നൂറ്റാണ്ടിൽ അവതരിച്ച ഹസ്രത്ത് മുനീർ അഹമ്മദ് സീം അലൈഹിസ്സലാം അവർ 2024 മെയ് മാസം 28 തന്റെ ആത്മീയ മക്കൾക്കും തന്റെ ആത്മാർത്ഥ അനുചരന്മാർക്കും നൽകിയ ചില സതുപദേശങ്ങൾ. പ്രസ്തുത സതുപദേശ പരമ്പരയുടെ 3-ാം ഭാഗത്തിന്റെ ആശയ പരിഭാഷയാണിത്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ അവസ്ഥ കണ്ട് അഥവാ ഒരാളുടെ പ്രതികൂല്യമായ സാഹചര്യങ്ങൾ കണ്ട് നിങ്ങൾ ഒരിക്കലും ചിരിക്കരുത്, ആഹ്ലാദിക്കരുത്. കാരണം ഒരു ദിവസം അതേ അവസ്ഥയ്ക്ക് അഥവാ അതേ നിലയ്ക്ക് നിങ്ങളും പാത്രീഭവിക്കുമോ എന്നത് നിങ്ങൾക്കറിയില്ല. നിങ്ങളെ ഒരു വ്യക്തി വേദനിപ്പിക്കുന്ന പക്ഷം നിങ്ങൾ അതോർത്ത് ഒരിക്കലും കരയരുത്, വിഷമിക്കരുത്. മറിച്ച് നിങ്ങളെക്കാൾ ഉത്തമനായ ഒരാളെ കാണുവാനുള്ള അവസരം എനിക്ക് നൽകിയതിന് പുഞ്ചിരിച്ചുകൊണ്ട് അയാൾക്ക് നന്ദി പറയുകയാണ് വേണ്ടത്. നിങ്ങളോട് അസൂയ കാണിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, അവരോട് പക വെച്ച് പുലർത്തരുത്. നിങ്ങൾ അവരെക്കാൾ മികച്ചവരാണെന്ന് അവർ വിചാരിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളോട് അസൂയപ്പെടുന്നത്. പ്രതികാരദാഹത്തോടും പ്രതികാര താല്പര്യത്തോടും നിങ്ങൾ നിങ്ങളുടെ സമയം ഒരിക്കലും പാഴാക്കി കളയരുത്. നിങ്ങളെ വേദനിപ്പിക്കുന്നവർ ഒടുവിൽ അവർ പ്രവർത്തിച്ചതിന്റെ തിക്തഫലങ്ങൾ അവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. അവരുടെ കർമ്മങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അവർക്ക് തന്നെ നേരിടേണ്ടി വരും. നിങ്ങൾ ആവിഷ്കരിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ആരോടും പറയാതിരിക്കുക, പങ്കുവയ്ക്കാതിരിക്കുക. പകരം നിങ്ങൾ ആവിഷ്കരിച്ച പദ്ധതിയുടെ വിജയഫലങ്ങളെ അവർക്ക് തെളിയിച്ചു കാണിക്കുക. എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച ഏറ്റവും നല്ല പാഠങ്ങളിൽ ഒന്ന് എന്താണെന്ന് വച്ചാൽ, നിങ്ങളുടെ മാനസിക വികാരങ്ങളെ നിങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ മാനസിക വികാരങ്ങൾക്ക് ഒരു മൂല്യവുമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതിനാൽ നിങ്ങളുടെ മാനസിക വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആശങ്കകളെ ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. നിങ്ങൾ മികച്ച മനോഭാവം പ്രകടിപ്പിക്കുക, ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. എന്നെക്കൊണ്ട് അത് അസാധ്യമാണെന്ന് കരുതി ഉപേക്ഷിക്കാതെ തുടർന്ന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയായാൽ ഒരു ദിവസം നിങ്ങൾക്കായി കടന്നു വരും. ഇത് ആ പ്രത്യേക സമയത്തിന്റെ കാര്യം മാത്രമാണ്. അതായത് ആ സമയം സമാഗതമാകുമ്പോൾ സ്വയം അത് സംഭവിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുകയും, അതായത് നിങ്ങൾ പരസഹായം ചെയ്യുകയും പകരം അവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരോട് കാണിച്ചത് ദയവോ
കരുണയോ അല്ല, മറിച്ച് അതൊരു കച്ചവടമാണ്, അതൊരു വ്യാപാരമാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസം ഒരിക്കൽ തകർന്നാൽ, അല്ലെങ്കിൽ ആ വിശ്വാസം ഒരിക്കൽ കൈവിട്ടുപോയാൽ, ക്ഷമിക്കുക, പിന്നെ അതിനൊരു അർത്ഥം തന്നെയില്ല. നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ അന്തിമ നിലയോ സ്ഥാനമോ അല്ല എന്നത് എപ്പോഴും ഓർത്തുകൊള്ളുക. മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്ന ചില തെറ്റുകുറ്റങ്ങൾ കാരണം ഒരു യഥാർത്ഥ ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കുവാൻ കാരണമാകരുത്. ആരും പരിപൂർണരല്ല, ആരും കുറ്റമറ്റവരുമല്ല. എല്ലാവരുടെയും ഭാഗത്തു നിന്നും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ ആത്യന്തികമായി സ്നേഹം എല്ലായ്പ്പോഴും പൂർണ്ണതയേക്കാൾ മികച്ചതാണ് എന്നത് നിങ്ങൾ വിസ്മരിക്കാതിരിക്കുക. നിങ്ങൾ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിനെ കാണിക്കുവാനായി എൻ്റെ ശവസംസ്കാരത്തിന് നിങ്ങൾ വരരുത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, എത്രമാത്രം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നതിനെ എന്നെ ഇപ്പോൾ കാണിക്കുക. പ്രിയപ്പെട്ടവരെ, ദേഷ്യത്തിലും കോപത്തിലുമായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും മറുപടി പറയരുത്. സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഇരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും വാഗ്ദാനം നൽകരുത്. വൈഷമ്യവും ദുഃഖവും നിറഞ്ഞ നിലയിലിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങളോട് ആത്മാർത്ഥത പുലർത്തുവാൻ പോലും കഴിയാത്തവരോട് വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. ഇഹലോക ജീവിതം വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ്. സമയം ദ്രുതഗതിയിൽ മുന്നോട്ട് കുതിക്കുന്നു. ഭൂതകാലം നമുക്ക് തിരികെ ലഭിക്കുകയില്ല. ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോകുവാനും കഴിയില്ല. അതിനാൽ ഓരോ നിമിഷവും കടന്നു വരുമ്പോൾ അതിനെ ആസ്വദിക്കുക, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, അതിനെ ഉപേക്ഷിക്കുകയും അരുത്. പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. തുടക്കം എല്ലായ്പ്പോഴും കഠിനമാണ്, തികച്ചും അത് ആയാസനിബിഡമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ഭവിക്കട്ടെ എന്നാഗ്രഹിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നല്ലത് നടക്കട്ടെ എന്ന് അഭിലാഷിക്കുമ്പോൾ, നന്മ നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരും. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഒഴുകി വരും. ഇത് പ്രകൃതി നിയമത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനവരതം കടന്നുവരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും നിങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ വരുന്നതല്ല, നിങ്ങളെ നശിപ്പിക്കുവാൻ വരുന്നതല്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന നിങ്ങളുടെ കഴിവിനെയും ത്രാണിയെയും പ്രാപ്തിയെയും സഹായിക്കുവാനാണ്. അതായത് അതിന് ഉത്തേജനം നൽകുവാനാണ് അവ കടന്നു വരുന്നത്. ഒരു തടാകത്തിൽ ഒരു തുള്ളി ജലം വീഴുമ്പോൾ അതിന്റെ സാന്ദ്രത നഷ്ടപ്പെടും. അതേ ജലം ഒരു താമരയിലയിൽ വീണാൽ അത് മുത്തുപോലെ പ്രകാശിക്കും. രണ്ടും ഒരേ തുള്ളി ജലമാണ്. പക്ഷേ അത് സംയോജനത്തിന്റെ പ്രശ്നമാണ്. അതായത് അതെവിടെയാണ് സംയോജിപ്പിക്കപ്പെടുന്നു അതനുസരിച്ച് അതിന്റെ സ്വഭാവവും ഗുണവും വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രം. ജീവിതം മനോഹരമാണ്. കടന്നുപോയ ഒരു ദിവസമാകട്ടെ, ഒരു മണിക്കൂറാകട്ടെ, ഒരു നിമിഷമാകട്ടെ, അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരില്ല. അതിനാൽ വഴക്കുകളും കോപങ്ങളും ഒഴിവാക്കുകയും എല്ലാവരോടും സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും കരുണയോടുകൂടി പെരുമാറുകയും ചെയ്യുക. നമുക്ക് അനുഭവവേദ്യമാകുന്ന ഓരോ വേദനയും, ഓരോ പ്രയാസവും, ഓരോ പ്രതിസന്ധിയും
നമുക്കൊരു പാഠം നൽകുന്നു. ഓരോ പാഠവും ഒരു വ്യക്തിയെ മാറ്റത്തിന് വിധേയനാക്കി തീർക്കുന്നു. അതിനാൽ പാഠം പഠിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. കാരണം ജീവിതം ഒരിക്കലും പാഠം പഠിപ്പിക്കുന്നത് നിർത്തുന്നില്ല. ജീവിത യാഥാർത്ഥ്യത്തിൽ നാം തികച്ചും ബോധവാന്മാരായിരിക്കേണ്ട ഒരു സാരവത്തായ സംഗതി ഇതാണ്. അതായത് ഒരു ദിവസം നാം എല്ലാവരും തീർത്തും സൗജന്യമായി തന്നെ ഏതൊരുവിധ നിരക്കും കൂടാതെ തന്നെ ഒരു യാത്ര പുറപ്പെടും. ആ യാത്രയ്ക്കായുള്ള സീറ്റ് റിസർവേഷനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ഉറപ്പാണ്. കൃത്യസമയത്ത് തന്നെ യാത്രയ്ക്കുള്ള വിമാനം വരും. പിന്നെ അത് പുറപ്പെടുകയും ചെയ്യും. അന്ന് നമ്മുടെ ലഗേജ് അഥവാ നമ്മുടെ യാത്രാ ഉപകരണങ്ങൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ ആയിരിക്കും. അന്ന് നമ്മുടെ പാസ്പോർട്ട് മനുഷ്യത്വമായിരിക്കും. സ്നേഹമാണ് നമ്മുടെ വിസ ആയിരിക്കുക. അതിനാൽ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ പര്യാപ്തമായ എല്ലാം നാം ചെയ്യുന്നുണ്ടെന്ന് ഓരോ വ്യക്തിയും ഉറപ്പുവരുത്തുക. പുരുഷനും സ്ത്രീയും സമൂഹത്തിന്റെ അർത്ഥവാദികളാണെങ്കിലും സമൂഹ ജീവിതത്തിന്റെ ബാഹ്യരംഗങ്ങളിൽ പുരുഷന്മാരുടെ സേവനങ്ങളാണ് മികച്ചു കാണുന്നത് അഥവാ നിഴലിച്ചു നിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ബാഹ്യരംഗങ്ങളിൽ തിളങ്ങുകയും ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വനിതാ രത്നങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിരവധിയാണ്. പരിശുദ്ധ ഇസ്ലാം മതം ആദ്യമായി സ്വീകരിച്ചത്, അതായത് മാനവരാശിയുടെ മോക്ഷപ്രാപ്തിക്കായി സർവശക്തനും സർവലോക പരിപാലകനും സന്മാർഗദർശകനുമായ അല്ലാഹുതആല സമ്പൂർണമായ ജീവിത പദ്ധതിയുടെ നിറകുടമായും നിത്യവാസത്തിലേക്ക് കടന്നു ചെല്ലേണ്ട കിളിവാതിലായും ഭൂതലത്തിൽ സ്ഥാപിച്ച ഇസ്ലാം എന്ന സ്വർഗീയ ഭവനത്തിൽ ആദ്യമായി പാദമൂന്നിയത് ഒരു സ്ത്രീ ആയിരുന്നു. ആരാണ് ആ സ്ത്രീരത്നം? ഈ അനന്തവിശാലമായ പാരിടത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുക്കിലും മൂലയിലുമുള്ള കക്ഷിഭേദമന്യേ വിവാഹ വ്യത്യാസമന്യേ ഇസ്ലാം മത വിശ്വാസി വൃന്ദങ്ങൾ അഖിലവും ബഹുമാനത്തോടും ആദരവോടും തങ്ങളുടെ ആത്മീയ മാതാവ് എന്ന് ഭക്തിപൂർവം സ്മരിക്കുന്ന, ഹൃദയപൂർവം സ്മരിക്കുന്ന, അഭിമാനപൂർവം സ്മരിക്കുന്ന, സ്നേഹപൂർവം സ്മരിക്കുന്ന ഹസ്രത്ത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആണത്. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ആദ്യമായി സ്വന്തം ജീവനെ ത്യജിച്ചതും ഒരു വനിതയായിരുന്നു. ആരാണ് ആ വനിതാരത്നം? ഒരടിമ കുടുംബത്തിൽ ജനിച്ച് ബാല്യകാലം മുതൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും യാതനകളും പേറി സമൂഹത്തിൽ നിന്നുള്ള അധിക്ഷേപങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അവഗണനകൾക്കും പീഡനങ്ങൾക്കും കുറിമാനമായി തീർന്ന് ഒടുവിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രതീകമായി ഭൂമിയിൽ ദൈവത്താൽ സ്ഥാപിതമായ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ചുട്ടുവഴുത്ത ചൂടുമണലിൽ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ച് ചാട്ടവാറുകൾ കൊണ്ട് ശത്രുക്കൾ ചുറ്റും നിന്ന് തുടരെ അവിരാമം ആഞ്ഞടിച്ചുകൊണ്ടിരുന്നിട്ടും ശരീരത്തിൽ നിന്നും ചൂട് ചോര പൊട്ടിയൊഴുകിക്കൊണ്ടിരുന്നിട്ടും ജാഗിലിയ വർഗങ്ങളുടെ അത്തരം കിരാതവും തലതിരിഞ്ഞതുമായ പ്രവണതകൾക്ക് മുന്നിൽ പതറിപ്പോകാതെ, ഒട്ടും കുലുങ്ങാതെ, തെല്ലും കീഴടങ്ങാതെ, അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ പ്രവാചകൻ പഠിപ്പിച്ച ഷഹാദ് കലിമ തുടർച്ചയായി ഊരുവിട്ടുകൊണ്ടിരുന്നതിനാൽ അരിശം പൂണ്ട ശത്രുക്കൾ, കോപം കൊണ്ട പ്രതിയോഗികൾ ഒടുവിൽ അവരുടെ അടിവയറ്റിൽ അഥവാ അവരുടെ ഗുഹ്യസ്ഥാനത്ത് ചുട്ടുപഴിപ്പിച്ച മൂർച്ചയേറിയ കുന്തം കടത്തിവിട്ട് വകവരുത്തിയ, കൊലപ്പെടുത്തിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആദ്യമായി ഭൂമിയിൽ സ്വന്തം ജീവനെ അർപ്പിച്ച ലോകമാകെയുള്ള ഇസ്ലാമിക വിശ്വാസി വൃന്ദങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഒരിക്കലും മാഞ്ഞു പോകാത്തതും മറഞ്ഞു പോകാത്തതുമായ
ഓർമ്മയായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഹസ്രത്ത് സുമയ്യ ബിൻത് ഹയ്യാത്ത് റളിയല്ലാഹു അൻഹ ആണത്. അതുപോലെ തന്നെ ഇസ്ലാമിക ജ്ഞാനം ഉന്നതമായ നിലയിൽ കരസ്ഥമാക്കിയതും ഒരു മഹിളയാണ്. ആരാണ് ആ മഹിളാരത്നം? പണ്ഡിതയും ബുദ്ധിമതിയും അന്വേഷണത്വരയുള്ള വനിതയും ഏകദേശം 44 വർഷക്കാലത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വൈജ്ഞാനിക സേവനം അനുഷ്ഠിച്ച, ഇസ്ലാമിക സന്ദേശത്തിന്റെ വ്യാപനത്തിന് സുപ്രധാന സംഭാവനകൾ നൽകിയ, വ്യക്തിഗതവും സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ന് മാത്രമല്ല വിശ്വാസം, നിയമം, അനന്തരാവകാശം, തീർത്ഥാടനം, പരലോകം എന്നിങ്ങനെ തുടങ്ങുന്ന വിവിധവും ലോലവും സങ്കീർണവുമായ വിഷയങ്ങളിൽ വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയ, ഏകദേശം 2200 പരം ഹദീസുകൾ വഴി അവ മർത്യരാശിക്ക് വിവരിച്ചു കൊടുത്ത, ഇസ്ലാമിലെ ബൗദ്ധികതയുടെയും പ്രാഗൽഭ്യത്തിന്റെയും വൈജ്ഞാനികതയുടെയും പ്രതീകമായി തിളങ്ങി നിൽക്കുന്ന പാരിടമാകെയുള്ള വിശ്വാസി സമൂഹത്തിന്റെ അമ്മയും പ്രവാചക ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രിയ പത്നിയുമായ ഹസ്രത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആണത്. അത്തരത്തിൽ തന്നെ പ്രവാചക കുലോത്തമൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ ഏറ്റവും കൂടുതൽ അകമഴിഞ്ഞു സ്നേഹിച്ചതും ഒരു സ്ത്രീയായിരുന്നു. ആരാണ് ആ സ്ത്രീരത്നം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുമായി ഏറെ വാത്സല്യവും അകമഴിഞ്ഞ സ്നേഹവും പുലർത്തിയിരുന്ന, പ്രവാചകന്റെ വിഷമഘട്ടങ്ങളിലെല്ലാം താങ്ങും തണലുമായി ഒപ്പമുണ്ടായിരുന്ന, ആകാശത്തു നിന്നും മലക്കിറങ്ങി വന്ന് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഇവർ എന്ന് സന്തോഷ വാർത്ത അറിയിച്ച, സ്വർഗത്തിലെ സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ നേതാവായി സ്ഥാനാരോഹണം നൽകപ്പെട്ട, ഇസ്ലാമിക ജനതയാകെ വളരെ ആദരവോടും ഭയഭക്തിയോടും സ്നേഹത്തോടും പരിഗണിക്കുന്ന ഹസ്രത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ആണത്. അപ്രകാരം തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും വലിയ സമുന്നതമായ ത്യാഗങ്ങൾ വരിച്ചതും ഒരു വനിതയാണ്. ആരാണ് ആ വനിതാരത്നം? ഉമ്മു സുലൈം ഗോത്രത്തിലെ പേരും പെരുമയും സമ്പത്തും നിറഞ്ഞ കുടുംബത്തിൽ ജനിച്ച് ശാലീന സുന്ദരമായ ഗ്രാമപശ്ചാത്തലത്തിൽ ബാല്യവും കൗമാരവും ചിലവിട്ട, കുട്ടിക്കാലം മുതൽ കൊച്ചു കൊച്ചു കവിതകൾ ചൊല്ലി മെല്ലെ കാവ്യലോകത്തേക്ക് ചിറകു വിരിച്ചുയർന്ന, ജാഹിലിയ കാലത്തും ഇസ്ലാമിക കാലത്തും അറേബ്യൻ രാഷ്ട്രത്തിൽ ഏറ്റവും മികച്ച കവിയത്രികളിൽ ഒരാളായി പരിണമിച്ച, ഒടുവിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം താൻ നൊന്തുപെറ്റ, ലാളിച്ചും ഓമനിച്ചും വളർത്തിയ 4 ആൺമക്കളെയും പേർഷ്യൻ ഗുങ്കിനെതിരെ പടപൊരുതുവാൻ ഇസ്ലാമിക സൈന്യത്തോടൊപ്പം രണാങ്കണത്തിൽ പറഞ്ഞയക്കുകയും സത്യവിശ്വാസികൾക്കും അവിവിശ്വാസികൾക്കും ഇടയിൽ അരങ്ങേറിയ ആ യുദ്ധം അവസാനിച്ചപ്പോൾ താൻ നൊന്തുപെറ്റും ഓമനിച്ചു വളർത്തിയ ആ 4 മക്കളും യുദ്ധക്കളത്തിൽ വച്ച് തന്നെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത തീർത്തും പ്രയാസകരമായ, ഞെട്ടിപ്പോകുന്ന, ഹൃദയം പൊട്ടിപ്പോകുന്ന ആ വാർത്ത കേട്ടിട്ടും തെല്ലും കുലുങ്ങാതെ, അടിപതറിപ്പോകാതെ, വിഷമിക്കാതെ, തകർന്നു പോകാതെ, നിലവിളിക്കാതെ, കേവലം ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി 4 രക്തസാക്ഷികളുടെ ഉമ്മയാക്കി എന്നെ ഉയർത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച, ഇസ്ലാം മത വിശ്വാസി ഗണങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരിക്കലും അണഞ്ഞു പോകാത്ത ത്യാഗദീപമായി എന്നെന്നും പ്രകാശിക്കുന്ന ഹസ്രത്ത് ഹൻസ റളിയല്ലാഹു അൻഹ ആണവർ. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായിരുന്നതും ഒരു സ്ത്രീ തന്നെയാണ്. ആരാണ് ആ സ്ത്രീരത്നം? ഇസ്ലാമിക ചരിത്രത്തിൽ സത്യവിശ്വാസത്തിന്റെ ഉൾക്കരുത്തിൽ പുരുഷന്മാർക്കൊപ്പം യുദ്ധക്കളത്തിൽ അസാമാന്യമായ ധീരത പ്രകടിപ്പിച്ച, വിശ്വാസ സംരക്ഷണത്തിനായി ആയുധമെടുക്കേണ്ടി വന്ന ഘട്ടങ്ങളിലൊക്കെ
യുദ്ധക്കളത്തിലിറങ്ങേണ്ടി വന്ന സാഹചര്യങ്ങളിലൊക്കെ ഏതൊരുവിധ ഭയമോ ഭീതിയോ കൂസലോ കൂടാതെ ശത്രു സൈന്യത്തിനെതിരെ പടപൊരുതുവാൻ മുൻനിരയിൽ തന്നെ ഊരിപീഡിച്ച വാളുമായി ഇടം പിടിച്ചു നിന്ന, ഇഹലോക ജീവിതത്തിലെ സുഖസൗഖ്യത്തെക്കാളും സന്തോഷത്തെക്കാളും ഉയർന്നത് പരലോക ജീവിതത്തിലെ സുഖസൗഖ്യവും സന്തോഷവുമാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മൃതശരീരങ്ങളും ചൂട് ചോരകളും ആറായി ഒഴുകിക്കൊണ്ടിരുന്ന പോർക്കളങ്ങളിലെല്ലാം മുൻനിരയിൽ തന്നെ തിളങ്ങി നിന്ന ഇസ്ലാമിക ചരിത്ര താളുകളിൽ ധീരതയുടെ പ്രത്യക്ഷ പ്രതീകമായി ശോഭിച്ചു നിൽക്കുന്ന ഹസ്രത്ത് ഖൗല ബിൻത് റളിയല്ലാഹു അൻഹ ആണത്. ഈ അനന്തവിശാലമായ ഭൂമിയിൽ സൃഷ്ടിയുടെ ഭാഗമായി സ്ത്രീകളെ പടച്ച ദൈവത്തിന് സർവസ്തുതിയും. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തീർക്കുവാനുള്ള ദുആ ഇപ്രകാരമാണ്: ربي يسر ولا تعسر وتمم بالخير. കാരുണ്യവാനായ ദൈവമേ, ഈ ദൗത്യം എളുപ്പമാക്കി തരണമേ. ഇതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ. കരുണാവാരിധിയായ ദൈവമേ, ഇതിന്റെ പര്യവസാനം വളരെ ശുഭകരമായ നിലയിൽ ആയിരിക്കണമേ. ഇൻഷാ അല്ലാഹ്. ആമീൻ.